ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓറയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്ന് സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ പേരും ഓറ എന്താണ്, ഓറ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, അതുപോലെ തന്നെ ഓറ ലോക്ക് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓറ ക്ലെൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവുക. സാധാരണ നമ്മൾ ഈ ഒരു 3D വേൾഡിൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന സമയത്ത് ഓറയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ കൂടി നമുക്ക് ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താണ് ഓറ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഭൂരിഭാഗം പേർക്കും നമ്മൾ ഈ ഓറയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർ ചോദിക്കും, നീ എന്താ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓറ എന്താണെന്നും ഓറ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും ഓറ ലോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതുകൂടാതെ തന്നെ ഓറയെ എങ്ങനെ ക്ലെൻസ് ചെയ്യാം എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടിൻ ഫ്ലെയിം ഇന്നർ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു ഓറ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഓറ എന്താണെന്ന് നോക്കാം. ഓറ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും എല്ലാം ചുറ്റും കാണുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിനെയാണ് ഓറ എന്ന് പറയുന്നത്. ഓറ സാധാരണയായിട്ട് വൈറ്റ് കളറിലാണ് കൂടുതൽ പേരിലും കാണാറുള്ളത്. എന്നാൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ ഇന്നർ വേൾഡിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഓറയുടെ കളറ് ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ഓറ ഏതൊക്കെ കളറിലാണ് ഉള്ളതെന്ന് നോക്കാം. അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. റെഡ് പാഷൻ, എനർജി, സ്ട്രെങ്ത് ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഓറഞ്ച് കളറാണ്. ഇത് ക്രിയേറ്റിവിറ്റീനെയും ജോയിനെയും കാണിക്കുന്നു. യെല്ലോ ഹാപ്പിനെസ്സിനെയും ശുഭാപ്തി വിശ്വാസത്തിനെയും എടുത്ത് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഗ്രീൻ കളർ ഓറയാണ്. ഇത് ബാലൻസിനെ കാണിക്കുന്നു. അതുകൂടാതെ തന്നെ ഹാർമണിയെയും ഗ്രോത്തിനെയും കാണിക്കുന്നു. പിന്നെ വരുന്നത് ബ്ലൂ കളറാണ്. ഇത് കാംനെസ്സിനെയും ട്രസ്റ്റിനെയും വിസ്ഡത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് പർപ്പിൾ കളറാണ്. ഇത് സ്പിരിച്വാലിറ്റീനെയും ഇൻറ്റ്യൂഷനെയും ക്രിയേറ്റിവിറ്റീനെയും കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്രാസിൻ്റെ ആ ഒരു കളർ പോലെ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ എല്ലാവർക്കും ഒരേ കളർ ഓറ ആയിരിക്കണം എന്നില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇന്നർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് ആന്തരികമായിട്ട് പുറത്ത് മാറ്റം സംഭവിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ വേൾഡിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ ഒരു ഇന്നർ വേൾഡിൽ മാറ്റം സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓറയുടെ കളറ് ചേഞ്ചായി വരാറുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ളവരിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു വൈറ്റ് കളർ ഓറയായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. പിന്നെ എൻലൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള മഹാന്മാരുടെയൊക്കെ ഓറ ഗോൾഡൻ കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ വന്നതിന് ശേഷം നമ്മുടെ നെഗറ്റിവിറ്റിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓറ വീണ്ടും വൈറ്റ് കളർ, നല്ല തൂവെള്ള കളറിലേക്ക് വരും. അപ്പോൾ ഇനി നമുക്ക് ഓറയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഓറ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നർ വർക്കിൽ പെടുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്. നമ്മൾ എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഡിവൈനോട്. അതിനുശേഷം നമ്മൾ ഓറ ലോക്ക് ചെയ്തിടണം. ശരിക്കും ഇന്നർ വർക്ക് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നർ വർക്ക് ചെയ്യേണ്ടത് രാവിലെയാണ്. ഞാൻ ഇന്നർ വർക്ക് ചെയ്യുന്നത് 3:40 ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ടായിരുന്നു ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുമായിരുന്നു. പിന്നെ നമുക്കത് തനിയെ ശീലമായി വന്നോളും. അപ്പോൾ 3:30 ഒക്കെ എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 4 മണി 4:30 ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇന്നർ വർക്കൊക്കെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എല്ലാം എടുത്തു ചാടി ഒരുപാട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് നമ്മുടെ ബോഡി ആയിട്ട് സെറ്റാവില്ല. നമ്മൾ ചിലപ്പോൾ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിനായി നമ്മൾ കിടന്ന കിടപ്പ് പോലെയൊക്കെ ആയിപ്പോവും. എനിക്ക് അതുപോലെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്പിരിച്വൽ വർക്കിലേക്കൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വരുന്ന സമയത്ത് ഡിവൈൻ മാസ്കുലൈൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പോയ ആൾ വേഗം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാനും ഒരുപാട് ഇന്നർ വർക്ക് പെട്ടെന്ന് ഇത് തീരുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരും. പിന്നെ നമുക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാം അങ്ങനെയൊന്നും ഇല്ല. കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടാണ് നടക്കുകയുള്ളൂ. നമ്മൾ എത്ര എടുത്താടി ചെയ്യാൻ ശ്രമിച്ചാലും അത്
അങ്ങനെ വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് ഓറ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ മോഡിൽ ഇരിക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ചിട്ട് ക്രൗൺ ചക്രയിൽ നിന്ന് താഴെ റൂട്ട് ചക്ര വരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും ഒരു ലൈൻ വരയ്ക്കുക ഷോൾഡറിൽ. അതായത് നമ്മൾ ഈ ക്രോസ് ചിഹ്നമൊക്കെ ഇടില്ലേ, കുരിശൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹാർട്ട് ചക്രയുടെ അവിടെ വന്നിട്ട് 2 കൈ കൊണ്ടും ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറ് വലിച്ചടക്കില്ലേ, അതുപോലെ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെയൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. പിന്നെ ആ ഒരു ക്രോസ് വരയ്ക്കുന്ന സമയത്ത് അതൊരു വൈറ്റ് കളറിൽ ലൈനായിട്ട് വരുന്ന പോലെ നിങ്ങൾ സങ്കല്പിക്കുക. അത് ഡിവൈൻ്റെ ഒരു വൈറ്റ് കളർ ലൈറ്റാണെന്ന് കൂടി സങ്കല്പിക്കുക. പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ഓറ ലോക്ക് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാം. പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓറ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. ക്രൗഡ് ഉള്ള ഏരിയയിലൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ ഓറ ലോക്ക് ചെയ്തിട്ട് പോകുന്നത് നെഗറ്റിവിറ്റി അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ടെമ്പിള്, ചർച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ടൈമിൽ ഓറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അത് ആ ഒരു ലോക്ക് തുറക്കുന്ന പോലെ സങ്കല്പിച്ചാൽ മതി. ഇനി അത് തുറന്നില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഓറയ്ക്ക് പ്രൊട്ടക്ഷൻ ഷീൽഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഡിവൈനോട് പ്രൊട്ടക്ഷൻ ഷീൽഡ് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രൊട്ടക്ഷൻ ഷീൽഡ് ആവശ്യപ്പെടാം. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നുള്ളത് ഇവിടെ ഒരു ഇതുപോലെ പ്രാർത്ഥന പോലെ പറയാം. ഡിയർ ആർക്കേഞ്ചൽ മിഖായിൽ, എൻ്റെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്താലും നെഗറ്റീവ് എനർജീസിൽ നിന്നും ബ്ലാക്ക് മാജിക് എഫക്റ്റിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസസിൽ നിന്നും എല്ലാം എൻ്റെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്താലും അവിടുത്തെ ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഷീൽഡ് എൻ്റെ ഓറയ്ക്ക് ചുറ്റും നൽകിയാലും, അത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്ലൂ ലൈറ്റ് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഷീൽഡ് നമ്മുടെ ഓറയ്ക്ക് ചുറ്റും വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അതിനുശേഷം ആർക്കേഞ്ചൽ മിഖായിലിനോടൊരു താങ്ക് യു പറയുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൈനും ഓറയ്ക്ക് പ്രൊട്ടക്ഷൻ ഷീൽഡ് കൊടുക്കുക. ആളെ മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ആളുടെ ആ ഒരു ഓറയ്ക്ക് ചുറ്റും ഇതുപോലൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ആർക്കേഞ്ചൽ മിഖായിൽ കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം ഒരു താങ്ക് യു പറയുക. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ പ്രൊട്ടക്ഷൻ ഷീൽഡാണ് എടുക്കുന്നതെങ്കിൽ അത് ബ്ലൂ കളറാണ്. പിന്നെ ഡിവൈനോടാണ് നിങ്ങൾ പ്രൊട്ടക്ഷൻ ഷീൽഡ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് വൈറ്റ് കളറായിട്ട് സങ്കല്പിച്ചിട്ട് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് ഓറ ക്ലെൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സാൾട്ട് വാട്ടർ ബാത്ത് എടുക്കാവുന്നതാണ്. അതിനായിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുളിക്കുക. അത് ദേഹത്തേക്ക് ഒഴിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഓറയിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും കഴുകി പോകുന്നതായി, താഴേക്കൂടെ അത് ഒലിച്ചു പോകുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ഓറ ശുദ്ധിയാകുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, കുറച്ച് ഉപ്പെടുക്കുക. അതിനുശേഷം മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നതിന് ശേഷം ഡിവൈനോടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓറയിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും റിമൂവ് ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ 2 കൈയും ക്രൗൺ ചക്രയുടെ അവിടെ വന്നിട്ട് തൊഴുതു പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ആകൃതിയിലാണോ ഇരിക്കുന്നത് ആ ക്രൗൺ ചക്രയിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ആ ഒരു പാദം വരെ ആ കൈ കൊണ്ട് വരിക. 2 സൈഡിലും കൈ കൊണ്ട് ഇങ്ങനെ വരിക. വന്നതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ആ പാദത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കൈ വീണ്ടും കൂട്ടിപ്പിടിക്കുക. ആ കയ്യിൽ നിങ്ങളുടെ ഓറയിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കയ്യിൽ കിട്ടി എന്ന് സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾക്കത് ആ ഒരു കൈ നിങ്ങളുടെ ആ ബക്കറ്റിലേക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ആ വെള്ളം കൊണ്ടുപോയിട്ട് ഫ്ലഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതെല്ലാം ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് വെക്കാം, ചന്ദനത്തിരി കത്തിച്ച് വെക്കാം. ഇതൊക്കെ നിങ്ങളുടെ വീട് ഫുൾ പോസിറ്റീവ് ആക്കാനായിട്ടും ഓറ പോസിറ്റീവ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ തന്നെ യൂട്യൂബിൽ ഓറ ക്ലെൻസിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഇന്നർ വർക്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.